Hello guys, so welcome back to our channel. So അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു വിഷു ഫോട്ടോഷൂട്ടാണ്. സോ അപ്പോൾ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്താനുണ്ട്, കുറച്ച് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. സോ അതെ, എൻ്റെ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തോട്ട് പോയിട്ടുള്ള ലുക്കാണ്. ചൂടെടുത്ത് പണ്ടാരം അടങ്ങിയിരിക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് കുറച്ച് ഫസ്റ്റ് ഒരു 4 ചെടിച്ചട്ടി വേണം, പിന്നെ ഒരു 4 കമ്പും വേണം. അപ്പോൾ അത് നമുക്ക് അതിന് ഒപ്പിക്കാം. സോ അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഗാർഡനിൽ തന്നെ കുറച്ച് ചെടിച്ചട്ടികൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ വാടിപ്പോയ ചെടിച്ചട്ടികളാണ്. സോ അപ്പോൾ അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മണ്ണൊന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. കാരണം നമ്മൾ കമ്പ് കുഴിച്ച് വയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്. സോ ഇനി പറമ്പിലോട്ട് പോയിട്ട് കുറച്ച് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കുറച്ച് 4 കമ്പുകൾ എടുക്കുന്നുണ്ട്. ഇച്ചിരി ബലവും ഹൈറ്റും ഒക്കെ ഉള്ള 4 കമ്പുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4 അത്യാവശ്യം നല്ലൊരു കമ്പ് കിട്ടിയിട്ടുണ്ട്. ഉപ്പാണ് കേട്ടോ, കുളിപ്പിച്ചിട്ട് ഞങ്ങൾ വന്ന് കിടന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കൊച്ചിനെ കുളിപ്പിച്ചിട്ടൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് കിടത്തിയേക്കുക. ഓ എന്തുവാ. സോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇനി ബാക്ക്ഡ്രോപ്പ് റെഡിയാക്കാനുണ്ട്. നല്ല വെയിലാണ്, ടെറസിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. ഇച്ചിരി വെയിൽ വേണം. സോ കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലാണ്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കയറ് കെട്ടണം. നോക്കാം. അപ്പോൾ ഞാൻ വെയിൽ വേണമെന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല, വെയിൽ കൊള്ളണം എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മളുടെ ഫോട്ടോ എടുക്കാൻ കുറച്ച് സൺലൈറ്റ് വേണം. അപ്പോൾ ഞാൻ ഒരു 3:30 ആയപ്പോഴാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 4:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ഫോട്ടോ എടുക്കാൻ എന്ന കറക്റ്റ് ആ ഒരു സൺലൈറ്റ് കിട്ടും. സോ അപ്പോൾ നമ്മൾ ബാക്ക്ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ കയറ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബെഡ്ഷീറ്റ് ഇട്ടിട്ടാണ് നമ്മുടെ ബാക്ക്ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്നത്. കാരണം അമ്മയുടെ സാരിയാണ് എടുത്തേക്കുന്നത്, എപ്പോഴും എടുക്കുന്ന പോലെ. ഇപ്പോൾ ഇപ്രാവശ്യം എടുത്ത പുതിയ സെറ്റ് സാരിയാണ്. സോ പുള്ളിക്കാരി എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട് എന്തായാലും ഉറപ്പാണ്, ചീത്തപണി ഉറപ്പാണ്. സോ അപ്പോൾ അതിനൊരു ആ ഒരു ഭിത്തിയിൽ നിന്ന് പെയിൻ്റൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബെഡ്ഷീറ്റ് ഇട്ടത്. സോ ഇനി നമുക്ക് ഈ കമ്പുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ചട്ടികൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യമേ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചുകൊണ്ട് നല്ല മണ്ണ് കുതിർന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് അതിനകത്തോട്ട് കുത്തി വയ്ക്കാൻ പറ്റുന്നുണ്ട്. സോ അപ്പോൾ ഒരെണ്ണം എടുത്ത് ചെറുതായിപ്പോയി, അത് അവിടെ താഴെ വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നല്ല ഭാഗ്യത്തിന് ടെറസിൻ്റെ മുകളിൽ തന്നെ വേറൊരു ചട്ടി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് കൊണ്ടുവന്ന് കുത്തിവെച്ചു. ഇനി ഈ നൂല് കൊണ്ടിട്ട് കമ്പിനകത്ത് ഇങ്ങനെ ചെറിയൊരു വല പോലെ ക്രിയേറ്റ് ചെയ്തിടാം. അത് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ മനസ്സിലാവേ. സോ നല്ല ചൂടുണ്ട്, ഇതിൻ്റെ മുകളിൽ നിൽക്കായോ കഴിയും കാലമൊക്കെ വേവുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു കമ്പിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നൂല് കൊണ്ടിട്ട്, ഞാൻ നൂലെടുക്കുന്ന കയറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, നൂലെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഞാനതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടും എന്താ പറയുക ഇതുപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര വെയിലാണ്. ഞാൻ വിചാരിച്ചതിനും കാരണം കാലൊക്കെ പൊള്ളുമായിരുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും നമുക്കത് കറക്റ്റ് സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ടും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണിക്കൊന്ന വരയ്ക്കാൻ പോകും. അപ്പോൾ വേറൊരു വീട്ടിലാണ് പോകുന്നത്. അവർ തന്നാൽ നമ്മളിന്ന് ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ മടക്കി പൂട്ടി വയ്ക്കേണ്ടി വരും. സോ അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. പോകുന്ന വഴി ഈ വീട്ടിലാണ്, ഇതൊരു വീടാണ് അവിടെ കേട്ടോ.
ഞങ്ങൾ ഈ പോകുന്ന വീട്ടിലാണ് ഞങ്ങളുടെ ആ ഒരു സൈഡിൽ കണിക്കൊന്ന അത്യാവശ്യം പൂത്ത് വയ്ക്കുന്ന ഒരു സ്ഥലമുള്ളത്. സോ അപ്പോൾ ഞാനൊരു 2 ദിവസത്തിന് മുന്നേ പോയി നോക്കിയപ്പോൾ അത്യാവശ്യം ഇഷ്ടം പോലെ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളവിടെ ചെന്ന് ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് കണിക്കൊന്ന സത്യത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അതിനകത്ത് ഉള്ളതെല്ലാം പൊഴിഞ്ഞു പോയിട്ട് മുകളിൽ ഒരിച്ചിരി ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ആ ഒരു വീട്ടിലെ കുട്ടി ഉണ്ടായിരുന്നു, അവൻ വന്നിട്ട് മുകളിൽ കയറി ഇങ്ങനെ കുറേ പറിച്ച് വന്നു. അപ്പം കുറച്ച് കിട്ടിയുള്ളൂ. സോ അപ്പോൾ ഇത്രയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇച്ചിരിയും കൂടെ വേണം. പിന്നെ ഞാൻ കുറച്ച് ഇലയും കൂടെ അധികത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ബട്ടർഫ്ലൈ അതുപോലെ അവിടെ 2 സ്ഥലം ഉണ്ടാണ്ട് എല്ലാവരും ഞങ്ങളെ തന്നെ നോക്കുന്നു. പിടിച്ചാലോ? ഇത് തരത്തില്ല. വരുന്ന അതിനുശേഷം ഞങ്ങൾ ആറ്റിൻ്റെ സൈഡിൽ കുറച്ച് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ചെന്നപ്പോൾ അവിടെ ഒരു അത്യാവശ്യം കുറച്ച് അധികത്തിൽ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് കയ്യെത്തി പറിക്കാൻ പറ്റിയിട്ടുള്ള ദൂരത്തിൽ. അപ്പോൾ ഇച്ചിരി ഉറുമ്പുകടിയൊക്കെ കൊണ്ടെങ്കിലും കുറച്ച് കളക്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിനി കൊണ്ടുപോയി ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചിട്ട് ആ സമയത്തിനുള്ളിൽ ഞാൻ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തെല്ലാം റെഡിയാണെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് സൺലൈറ്റിൽ പോകുന്നതിന് മുന്നേ പെട്ടെന്ന് റെഡിയായിട്ട് വേണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. സോ അപ്പം ഇതിൻ്റെ കളർ തീം എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു ഗ്രീൻ ഷെയ്ഡ്, പിന്നെ ഗോൾഡൻ ഓഫ് വൈറ്റ് ആ ഒരു കളർ തീമിലാണ്. അപ്പോൾ ജ്വല്ലറീസ് ഒരു ഇച്ചിരി അധികത്തിൽ ഇടുന്നുണ്ട്. സെറ്റ് സാരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഗായ്സ്, എനിക്ക് സാരി ഉടുക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, ഞാൻ പെട്ടെന്ന് ഉടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉടുത്ത് വന്നപ്പോൾ ഒരു അല്പം കൂടി അധികത്തിൽ സാരി വന്നു. അപ്പം ഞാൻ ഒന്നുകൂടെ ചുറ്റിയിട്ടൊന്ന് ഉടുത്താണ്. സോ അപ്പോൾ നമുക്ക് ലൈറ്റ് പോകുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ ഈ ഒരു കണിക്കൊന്നകൾ ഫുള്ളും ആ ഒരു നൂലിനകത്തോട്ട് ഇങ്ങനെ കൊരുത്തിങ്ങനെ ഇടണം, ഇങ്ങനെ തൂക്കി ഇടണം. അപ്പോൾ അതൊരു ഇച്ചിരി ടാസ്ക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ലൈറ്റ് നേരെ ആ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ കൂടാണ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റ് ഇതിൽ വേണം. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് സാരിയൊക്കെ കൊടുത്തിട്ട് മേക്കപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു എന്താ പറയുക, മുകൾ പോർഷൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ താഴോട്ട് കാണാത്തതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നു. ചത്ത് ഗായ്സ്, അയ്യാ ഒന്നും പറയാനില്ല. കാരണം ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് പുനലൂരാണ്. ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലമാണ്. അപ്പോൾ ആലോചിച്ച് നോക്കാമല്ലോ, അത്രയ്ക്ക് ചൂടാണ്. ഞാൻ ഇരിക്കുന്ന ആ ഒരു തറ ഫുള്ളും നല്ല തിളച്ച് കിടക്കുവാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്കതൊന്ന് പൊളിച്ച് കളയാൻ തോന്നിയില്ല. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മാത്രം എടുത്ത് കളഞ്ഞിട്ട് അതങ്ങനെ തന്നെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. സോ ഭയങ്കര ചൂടോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. തറ ഫുള്ളും ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ടായിരുന്നു. സോ എന്നാലും നന്നായിട്ട് കിട്ടിയെന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ബാക്കി റിസൾട്ട് എൻ്റെ അവസാനം കൊടുത്തേക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എങ്ങനത്തെ ടൈപ്പ് ഫോട്ടോസ് അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ സോ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. സോ അത്രയേ ഉള്ളൂ. ഹാപ്പി വിഷ്.